വരുന്നവർക്ക് ഒരു ഇംപ്രഷൻ വേണ്ട. നായിന്റെ മോനെ ഗ്യാങ്ങിലോട്ട് വരാനാണ് മുകളിൽ പറഞ്ഞെങ്കിലോ ഞങ്ങക്ക് ഫീൽ ആവൂലേ? ഇന്ന് ചെയ്യല്ലേ അങ്ങനെയല്ലേ? കൊട്ട റൈസ് വിന്നർ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് നെല്ലിക്ക, തേർഡ് കടുവ. കൺഗ്രാറ്റ്സ് ഗയ്സ്. ഫസ്റ്റ് അടിച്ചാരെന്നറിയോടാ എകെഎമ്മിന്റെ ലീഡർ. കഷ്ടം തന്നെ. പൈസ കൊടുത്ത ഇത് ക്വാർട്ടർ റൈസ് എന്തുവാ? ഇല്ലടാ കൊട്ട റൈസ് SRR ഒരുത്തിന്റെ ബർത്ത്ഡേ. അപ്പൊ അവർക്ക് ബർത്ത്ഡേക്ക് വേണ്ടി പരിപാടി നടത്തുക, മനസ്സിലായ? പരിപാടിയുടെ പേരാണ് കൊട്ട റൈസ്, മനസ്സിലായ? നമ്മളവിടെ നടത്തുന്നുണ്ടടാ ഡൂഡ്സ് ഡിക് ഫൈൻഡിങ്. ഉടനെ നടത്തുന്നുണ്ട്. നല്ല കിടിലം പരിപാടി നടക്കുക, ചിമിട്ടം പരിപാടിയായിട്ട്. ഈ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന പൈസ ഇല്ലേ, ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന പൈസ ഇല്ലേ, അതെല്ലാം കൂടെ ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാൻ പോണം. അതിന് വേണ്ടിട്ടാ ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തത്. നമുക്ക് ഇവിടെ വേറെ പൈസക്ക് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല, വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു സാധനം, ഒരു വൈമാപ്പ് ഇറക്കുന്നുണ്ടേ. ഇവന്റെയൊക്കെ വായിക്കാത്തല്ല, ഇവന്റെയൊക്കെ വേണ്ട, അത് വേണ്ട, പറഞ്ഞ വെറുതെ രായ കേക്കോ? ഹലോ രായ, ഹലോ. പേര് ടൈറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണം. ബാബു ഇപ്പുറത്തോടാ, ഇപ്പുറത്തോടാ. രായ കേക്കോ? രായ കേക്കോ? രായ, എനിക്കൊരു വൈമാപ്പ് വേണേ. ഇവന്റിന്റെ പേര് ഡൂഡ്സ് ഡിക് ഹണ്ടിങ്. ഒരു വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനൊരു നീളമുള്ള ഒരു അണ്ടി വെപ്പണ്ടി വെച്ച് കൊടുത്തത്. ഒറിജിനൽ ഉണ്ടെന്ന് വിശ്വസിക്കരുത്, വെപ്പണ്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതെനിക്ക് സീരിയസ് ആയിട്ട് പറയാം, എനിക്കൊരു വൈമാപ്പ് വേണേ. ഞാൻ ഇവന്റിന്റെ പേര് അങ്ങനെ തന്നെയാണ് നമ്മൾ നടത്താൻ പോണേ. എനിക്ക് എത്രയും പെട്ടെന്ന്. ഓക്കെ ഓക്കെ. നീ പറയണേ, എന്നാ നടത്താൻ പറ്റുന്നതെന്ന് പറയണേ. നല്ല പ്രൈസ് ഫുൾ കൊടുക്കാം, നല്ല പ്രൈസ് ഫുൾ കൊടുക്കാം. ഈ ആൾക്കാർ കണ്ടുപിടിക്കുന്ന വെപ്പണ്ടി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോ വായിൽ ഇങ്ങനെ വെള്ളം വരുന്ന എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അത് വേണം. നമ്മുടെ ഇവന്റിലെ നമ്മുടെ ഇവന്റില് എല്ലായിടത്തും പ്രോപ്പ് കൊരങ്ങന്മാരായിരിക്കണം, മനസ്സിലായ? പഴക്കൊലയും കൊരങ്ങന്മാരും, അതാണ് എനിക്ക് വേണ്ടത്. ആ വൈമാപ്പ് കാണുമ്പോ അങ്ങനെ ഇരിക്കണം. അല്ലണ്ണ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നവരെ മറ്റേ കൊരങ്ങന്റെ ഡ്രസ്സും കൊല ഇട്ടാലേ പാർട്ടിസിപ്പേഷൻ ഉള്ളു. രജിസ്ട്രേഷൻ ഫീസ് അല്ലല്ല, നമുക്ക് കൊരങ്ങന്റെ ഡ്രസ്സും കൊലയും പിടിച്ചു വരുന്നവരെ രജിസ്ട്രേഷൻ ഉള്ളതെന്ന് പറയാം. അത് പറയാം. നീയൊക്കെ 10 പേരെ കാണിച്ച് നടത്തുമ്പോഴേ ഞാൻ 15,000 പേരെ കാണിച്ച് എങ്ങനെയാ നടത്തുന്നത് ഞാൻ കാണിച്ചു തരാടാ പൊണ്ടച്ചി മോനെ. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഞാൻ തീർത്തു തരാം. എന്തായാലും ഞാൻ ഇവന്റ് നടത്തിട്ടേ പോത്തുള്ളൂടാ, ഇവന്റ് നടത്തിട്ടേ ഞാൻ പോത്തുള്ളൂ. എത്ര പേര് കണ്ടെന്നാ നിന്റെ ഇവന്റ് ഒക്കെ? നിന്റെയൊക്കെ ഇവന്റ് എത്ര പേര് കണ്ടെന്നാ? ഈ സിറ്റി കളിച്ചവരോ? ഞാൻ ഇത്രയും പേരെ കാണിച്ചു തരാം, ഇത്രയും പേരെ ഞാൻ ഇവന്റ് കാണിപ്പിച്ചു കൊടുക്കാം. ഈ വണ്ടി സരക്കെത്തിയോടാ? സരക്കെ വാ, ഇറങ്ങി വാ. We are welcoming KVA Sarak to TVA us TVA Sarak. വെൽക്കം സരക്കടാരി. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂട്ടത്തില് ജോയിൻ ചെയ്തതില്. എല്ലാം റെഡിയാണ്. അപ്പുറത്ത് പോയി നിന്നോടാ, മെമ്പേഴ്സിനോട് നിന്നോടാ. നീ മെമ്പർ അല്ലേ? നീ മെമ്പേഴ്സിനോട് നിന്നോടാ. മാറിക്കണെന്ത്? ചന്ദ്ര വാ. എടാ വാടാ വണ്ടി കുഞ്ഞു ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടലി
3 റിക്രൂട്ട്മെന്റ്സ് ആണ് ഇന്നുള്ളത്. അപ്പോൾ ആൻഡ് ഇതൊരു ഗൺ പവർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. കുറച്ച് ദിവസം മുമ്പേ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന. അപ്പോൾ ആണ് നമുക്ക് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ സരക്ക് ഇനാക്റ്റീവ് ആയിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ സരക്കൂടെ വരുന്ന ദിവസം തന്നെ അനൗൺസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും ദിവസമായിട്ട് ഇരുന്നത്. അപ്പോൾ സരക്കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഗുലാനെ ഇപ്പുറത്ത് പോടാ. അപ്പൊ ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒബ്വിയസ്ലി ഒരു ഗൺ പവർ റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ആൻഡ് വി ആർ വെൽക്കമിങ് ദാമു പിപ്പി ബാക്ക് ടു ടിവിഎ അസ് ടിവിഎ ദാമു. ദാമുനെ നമ്മൾ തിരിച്ച് ലൈനപ്പിലോട്ട് ഇടുവാണ്. ദാമു പിപ്പി തിരിച്ച് നമ്മൾ ലൈനപ്പിൽ ഇടുവാണ്. കുറെ നാളായിട്ട് ഇനാക്റ്റീവ് ആയിരുന്നു. നമ്മൾ ഒരു വട്ടം ഗാങ്ങിന്ന് എടുത്തു മാറ്റിയതാണ് ദാമുവിനെ. സോ ദാമുവിനെ നമ്മൾ തിരിച്ച് ലൈനപ്പിലോട്ട് തന്നെ കൊണ്ടുവരികയാണ്. സോ ദാമു വിൽ ബി പ്ലേയിങ് ഫോർ ടിവിഎ ഫ്രം ടുഡേ. അപ്പോൾ വെൽക്കം ടു ടിവിഎ ദാമു. എന്തിനാ അവനെ കൊണ്ടുപോവാ? ഓ 2 വട്ടം വെൽക്കം കിട്ടിയത് അവന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ എനിക്കൊന്നും 1 വട്ടം പോലും കിട്ടിയിട്ടില്ല. ചുമ്മാ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ? ചുമ്മാ പറഞ്ഞാണ്. കൺഫ്യൂഷൻ വന്നേ. ഞാൻ ഓൾറെഡി ലിസ്റ്റ് ഇട്ടായിരുന്നല്ലോ. അണ്ണ ഇട്ടണ്ണ, പക്ഷെ അവനെ ജസ്റ്റ് ഒന്ന് PL ഇഷ്യൂ ആയിരുന്നു. അവൻ ഇറങ്ങി കയറി. ഓ ഓക്കെ. സോ നിങ്ങൾ കുറെ നാളായിട്ട് ദാമു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് അവനെ ലാസ്റ്റ് കൊണ്ടുവരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ആ സങ്കടം എല്ലാ ദാമു ഫാൻസിന്റെ സങ്കടം മാറിയല്ലോ. എന്റെ അടുത്ത് അവൻ പറഞ്ഞെന്താ അറിയോ? എന്റെ അടുത്ത് അവൻ പറഞ്ഞു, അണ്ണാ എന്നെ ഏറ്റവും ലാസ്റ്റ് വിളിച്ചാൽ മതി, കാരണം ചാറ്റിലുള്ളവർക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും അവര് എന്നെ ഏറ്റവും ലാസ്റ്റ് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ദാമു ചാറ്റ് കാണുന്നുണ്ടോ? നീ ഇഗ്നോർ ചെയ്യണതാ നിന്നെ, മനസ്സിലായില്ലേ? ഓക്സി ഉണ്ട് 724 ഓക്സിയാണ്. ഓക്സി വന്നോ? ഓക്സി ഹലോ. സംസാരം വരുന്നില്ല. എടാ എന്ത് പറ്റി? ആണോ? എന്നിട്ട് അവന്റെ അടുത്ത് അവനെ കേക്കാവോ? കേട്ടൂടെന്നാണ് തോന്നണത്. കൈ മാത്രം പോക്കണ കേട്ടാ. മൈൽസിനെ പോലെ BDS ഒക്കെ കഴിഞ്ഞ് ചങ്ങലേക്ക് ഇട്ടാണ് വന്നേക്കണ ആള്. കേക്കാൻ കൈ വെക്കണ. ഒരു വട്ടം നിന്നെ കൊണ്ട് പറയിച്ചതല്ലേ അല്ല, ഇനി ഒന്നും പറയല്ല. നീ അങ്ങോട്ട് കേറിക്കോ, അങ്ങോട്ട് കേറിക്കോ, അങ്ങോട്ട് കേറിക്കോ. ചെല്ലേ വെള്ളാടത്തോട് ചെല്ലേ. ഹലോ, ഞാനും പോയോ? അണ്ണ പറഞ്ഞോ. അവൻ സ്പീക്കറിലുണ്ട്, അവന്റെ ശബ്ദം കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ കേക്കാം. എന്റെ സൗണ്ട് കേട്ടൂടെ? ഹലോ ആരെ ശബ്ദം കേട്ടോ? എടാ നീ അണ്ണ ഒന്നും കേട്ടോ. സെറ്റ് ആക്കിട്ട് വരും. അവനോട് അങ്ങോട്ട് നിൽക്കാൻ പറ, അവരുടെ നിൽക്കാൻ പറ. സൗണ്ട് വരുമോ? നീ അകത്തോട്ട് കേറാൻ പറഞ്ഞു, ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് കേറാൻ പറഞ്ഞു. വെൽക്കം. അയ്യോ പാവല്ലേ അവന്റെ അവസ്ഥ. അവനെ സെറ്റാക്കിട്ട് വരട്ടെ. ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാം. സോ ഇത് ഓൾറെഡി TVL ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേര്
നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേര് എൻ്റെ അടുത്തും പറഞ്ഞൊരു സജഷനാണ് ദാമുനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദാമു ആദ്യത്തെ മെമ്പർ. അപ്പം രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഞാൻ ഐ എം വെൽക്കമിങ്. റെഡി അല്ലടാ ഒരു മിനിറ്റ് അണ്ണാ, ഒരു മിനിറ്റ്. ദാമോനെ കാണുന്നില്ല. ഓൾ ഡൗൺ ഇട്ടിട്ട് പോ രായന്റെ വെല്ലാരിന്ന് HF. ദാരിദ്ര്യമുള്ള ഉണ്ടച്ചികള്. ഇത് ഞാനാണ്. അസോൺ എങ്ങനെയുണ്ട്? നീ ആരാടാ? ഇളയ നല്ല മുറ കോയി തമ്പുരാന്. വാസോണ റെഡിയാണ്. അടിച്ചോ. അടുത്ത റിക്രൂട്ട്മെന്റ് we are welcoming the god to TVA as TVA the god. Welcome to TVA the god. Welcome to TVA the god. കുട്ടാ. അടുത്ത DC അടുത്ത മാസ് മെമ്പർ the god to TVA. ഹലോ, നീയൊക്കെ ഒരേ പ്രോഡക്റ്റ് ആണ്. നീ സ്നൈപ്പിന് ഇറ്റാച്ചിയൊക്കെ പോലെ ഒരുമിച്ചിരിക്കണം, ഒരുപോലെ ക്രോസ്. അതെ. അപ്പൊ കേക്കുന്നില്ല. ഇപ്പൊ കേക്കാവോ? ഗംഭീരമുള്ള ശബ്ദമാണ് കേട്ടാ. കണ്ടിട്ടില്ലല്ലേ? ആണാ? ജിമ്മനാണാ? നീ ഇപ്പൊ ഇതിനു മുമ്പേ ഏതൊക്കെയായിരുന്നടാ? ഇപ്പൊ ലാസ്റ്റ് പ്രീവിയസ്ലി അല്ല മാസ് കഴിഞ്ഞിട്ട് പിന്നെ ആക്റ്റീവ് ആയപ്പോ വേറെ ഗ്യാങ്ങിലൊന്നും കേറിയില്ല? ഇല്ല. ഓ, അപ്പം മാസിലെ അടുത്ത പ്രോഡക്റ്റ് ആണ്. മാസിലെ ഇപ്പൊ കൊറേ ആയി ഇവിടെ. വില്ലു, ഇവിടെ ട്രിക്കി, ഇറ്റാച്ചി, എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ പിന്നെ അതിനു മുമ്പ് ഇവൻ നീ ഡീസിലല്ലായിരുന്നോ? ഡീസിലായിരുന്നു. അപ്പൊ എന്താടാ? അത് കുഴപ്പമില്ല, ചോദിക്കാം. അപ്പൊ എടാ, വെൽക്കം ടു ടി വി. നേരെ അങ്ങോട്ട് ചെന്നോ, അവരടുത്തോട്ട് ചെന്നോ. ഒരാളുടെ ഉണ്ട്, ആരോടെ വിളിച്ചിട്ട് അകത്തോട്ട് വരാം. മാവും കുടിച്ചിട്ട് ചെയ്തോ നിങ്ങളാ? ഓ പറയടാ. അനൗൺസ്മെന്റ് അവസാനം ഇട്ടാ മതി കേട്ടോ, 3 നേരം ഒരുമിച്ച്. എന്നിട്ട് ഓക്കെ. ഇവ ആരടാ? ചാർലി ചാപ്ലിനോ? വെൽക്കം. നമ്മള് കാരണവരാണ് ഇതൊക്കെ മുൻകൈയിട്ട് ചെയ്യാൻ. ഓക്കെ. സോ അടുത്ത ഒരു റിക്രൂട്ട്മെന്റോട് കൂടി നമ്മുടെ റിക്രൂട്ട്മെന്റ് അടച്ചു പൂട്ടുകയാണ്. വീണ്ടും നമ്മൾ പോയ റിക്രൂട്ട്മെന്റ്, നമ്മളൊരു പർട്ടിക്കുലർ സ്ലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലോട്ടിൽ വരെയുള്ള റിക്രൂട്ട്മെന്റ്സ് ഉള്ളത്. നമുക്കിപ്പോൾ 3 പേര് പോയത് കൊണ്ടും ഇനാക്ടിവിറ്റിയും കൊണ്ടാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റോട് കൂടി റിക്രൂട്ട്മെന്റ് അടച്ചു പൂട്ടുകയാണ്. ആൻഡ് ഫൈനൽ റിക്രൂട്ട്മെന്റ്, വി ആർ വെൽക്കമിങ് XKVA member നീലൻ to TVA as TVA നീലൻ. വെൽക്കം ടു TVA ഹരി ദ ബീസ്റ്റ്, അല്ലെങ്കിൽ നീലൻ. വെൽക്കം ടു TVA. കൊണ്ടുവാ.
ബാബു നീ ഇവിടെ നില്ലല്ലേ നീ ഇവിടെ നില്ലല്ലേ ബാബു ഇങ്ങോട്ടാ 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 ഹലോ കൊണ്ടുപോവാ ഈ ബെല്ലറേറ്റുള്ള സിറ്റുവേഷനിൽ ഇവന്മാര് ഹലോ ഹലോ ഹായ് നീലെന്നല്ലേ ക്യാരക്ടർ നെയിം ഓക്കെ സോ വെൽക്കം ടു ടി വി അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് അതാണ് നമ്മുടെ കുടുംബം എല്ലാരും അവിടെ ഉണ്ട് എല്ലാരുമായിട്ട് ഒരു എന്താടാ എല്ലാരുമായിട്ട് സിനർജി സിംഗ് ഒക്കെ വേണം അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് വരട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് വെൽക്കം ടു ടി വി വാ വാ അങ്ങനെ കേറുമല്ലേ ഒരു കാര്യമുണ്ട് മള്ളി ഇങ്ങോട്ട് മള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ മള്ളി ഞാനേ ഗ്യാങ് കയറിയ സമയത്ത് മൊത്തം എനിക്ക് 140 FPS കിട്ടുന്നുണ്ടായിരുന്നു പൈസ. ഓരോ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോൾ 5 FPS വെച്ചാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 80 എത്തി. അല്ല എനിക്ക് ചിക്കൻ ബ്രസ്റ്റ് നീ നിന്റെ താഴെ കിടക്കുന്ന ബ്രസ്റ്റ് ഇല്ലേ അത് വെട്ടി തിന്നോ പോടാ. എനക്കുണ്ടല്ലോ അന്നേരം അതൊരു അണ്ണാ ഞാനൊന്ന് ഇറങ്ങിയിട്ട് കേറാം എനിക്ക് ഭയങ്കര പിയല്ലേ അല്ല ഇത് ഓക്കെ ദാമന്റെ ഓൾറെഡി ഇട്ട് വാസണ അത് ഇത് കണ്ടായിരുന്നു മേളില് ആ കണ്ട് ആ പറയടാ ബാക്കി